കാലി കസേരയെ സാക്ഷിയാക്കി ജാഥ നടത്തുന്ന കാലത്ത് മണിശങ്കർ അയ്യർ എന്ന് പറയാം മൂന്നാമതൊരു സർക്കാർ വരുമെന്ന്. അതും പിണറായി വിജയനെ. ഗാന്ധിജിയുടെ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. ശബരിമല ശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ചതാണോ? ആഗോള അയ്യപ്പ സംഘം നടത്തി കോടികൾ കൊള്ളയടിക്കുന്നതാണോ? സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിക്കുന്നതാണോ ഗാന്ധിജിയുടെ സ്വപ്നം? ഏത് സ്വപ്നം? KSRTC പെൻഷൻ മുടങ്ങിയിട്ടില്ലേ? DA സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവകാശമല്ലെന്ന് പറയുന്നില്ലേ? 10 ലക്ഷത്തിന് മേലെയുള്ള കരാറുകാരുടെ ബില്ലൊന്നും പാസ്സാക്കി കൊടുക്കുന്നില്ലല്ലോ ട്രഷറിയിൽ നിന്ന് എത്രയോ മാസങ്ങളായിട്ട്. പെൻഷൻ, ഈ ക്ഷേമ പെൻഷനെ കുറിച്ച് സജീഷ് പറയുന്നില്ലേ? നിങ്ങൾ മൊയ്തീനെ കൊണ്ടുവന്ന് കാശ് അങ്ങോട്ട് കൊടുപ്പിക്കുന്നു, ഇങ്ങോട്ട് കൊടുപ്പിക്കുന്നു, തോളത്ത് തട്ടിക്കുന്നു, ഇതൊക്കെ നടത്തിയിട്ടില്ലേ? ഈ പെൻഷൻ, ക്ഷേമ പെൻഷൻ സാധാരണക്കാരുടെ അവകാശമല്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞ് അഫിഡവിറ്റ് കൊടുത്തത് കേരള സർക്കാരിന്റെ വക്കീല. നിങ്ങൾ അതിനെ തിരുത്തിച്ചോ? ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോ 5 മാസക്കാലം തുടർച്ചയായിട്ട് മുടങ്ങിയപ്പോ ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ട് കേരളത്തില്. പിച്ചച്ചട്ടിയെടുത്ത് സമരം ചെയ്ത ആളുകളുണ്ട്. ഹൈക്കോടതിയിൽ പോയി ഇത് മുടക്കമില്ലാതെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട ആളുകളുണ്ട്. ഉച്ചക്കഞ്ഞി വെച്ചവർക്ക് ശമ്പളം കൊടുക്കാത്ത സാഹചര്യമുണ്ട്. ഇപ്പോഴും അവർ സമരത്തിലാണ്. എത്രയോ കാര്യങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് അടുത്തതിലേക്ക് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ സാധാരണക്കാർ അഭിമുഖീകരിക്കുമ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾ, അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം ജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തി വോട്ട് ചെയ്ത് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത് ഈ സർക്കാരിന് ഊഴം കിട്ടുമെന്ന് പറയുന്നയാളെ രാഷ്ട്രീയ അലവലാതി എന്നല്ലാതെ എന്താ പറയാ? അത് അലവലാതി എന്നുള്ള വാക്കിന്റെ അർത്ഥം നിസാരക്കാരൻ എന്നുള്ളതാണ്. രാഷ്ട്രീയ ദരിദ്രനാണ് മണിശങ്കർ അയ്യർ. യാഥാർത്ഥ്യ ബോധമില്ലാത്ത, കാലത്തോട് നീതി പുലർത്താത്ത ആള്. അയാൾ കോൺഗ്രസ്സുകാരനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അയാൾ കോൺഗ്രസ്സുകാരാണെന്ന് നിങ്ങളാണ് പറയുന്നത്. എന്തുമാകട്ടെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിശേഷിപ്പിച്ച രീതി ആ വാക്കൊരു മോശപ്പെട്ട രീതിയാണെങ്കിൽ പിണറായി വിജയൻ വിളിച്ച പോലെ പറയാം, പരനാറിയെന്നോ പരമനാറിയെന്നോ, MM മണി പറഞ്ഞ പോലെ മറ്റേ പണിയെന്നോ അങ്ങനെയൊക്കെ പറയണോ? അല്ലെങ്കിൽ TK ഹംസ പറഞ്ഞ പോലെ, VS അച്യുതാനന്ദൻ പറഞ്ഞ പോലെ കോലിട്ടിളക്കുന്ന ആളാണെന്നോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നൊക്കെ പറയണോ? ഞാൻ അത്രത്തോളം ആവാത്തത് കൊണ്ട് അത്രയും പറഞ്ഞില്ലെന്നുള്ളൂ.